വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു വെറൈറ്റി ചീര നടലാന്ന്. നമ്മളെ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിയാലും കിട്ടുന്നില്ല. ആ കുപ്പീൻ്റെ അകത്ത് നമുക്ക് ചീര നട്ട് നോക്കാമല്ലോ, എന്താകും നോക്കാമല്ലോ. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ചീര നടാനാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 1 2 3 4 5 6 ഹോൾസ് ഇട്ടിട്ടുണ്ട് അടിയിൽ. അതേപോലെ പിന്നെ 1 2 3 4 ഹോൾസ് ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ട്, മേലെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇടും. ഇതാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്താണ് ഇപ്പം നടാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് നടുന്നത് വെച്ചാൽ ഇതിൽ പോട്ടി മിക്സ് ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പോട്ടി ഇതിൽ ഞാൻ ആദ്യം വാരി നറക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ആദ്യം കുറച്ച് അടിയിൽ വെള്ളം പോകാൻ ദ്വാരം ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിയിൽ 1 2 3 4 5 ഇട്ട് ദ്വാരം ഇട്ടിട്ടുണ്ട്, ചെറുങ്ങനെ. ഇതിപ്പോൾ ഇതിനകത്ത് വാരി നിറച്ചിട്ട് എന്നാൽ ഇപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതേപോലെ നിറച്ചിട്ട് ഇതിപ്പോൾ ഈ കണക്കായിട്ട് ഇടണം. ഈ കണക്കായിട്ട് ആയിട്ടാകുമ്പോൾ ഇങ്ങ് കടത്തി വെക്കുക. ഉണ്ടല്ലേ, ഇതിന് ഇങ്ങോട്ടാക്കുക. എന്നിട്ട് ഈ ചീര എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വെക്കുക. വേണ്ട, ഇതേപോലെ കടത്തി വെക്കുക. ഇതേപോലെ ഇവിടെ കടത്തി വെക്കുക. കടത്തി വെച്ചിട്ട് അതിന് കുറച്ച് മണ്ണാടി ഇട്ട് കൊടുക്കുക. അത് വീണ് പോവില്ല, അതിനാണ്. പിന്നെ ഈനും ഇടുക, ഇതേപോലെ ഈനും ഇട്ട് കൊടുക്കുക. അതിലും കുറച്ച് മണ്ണാടി ഇടുക. എന്നിട്ട് ഈനും കുറച്ച് ഇടുക. അതിൻ്റെ അതും കുറച്ചാടിയിട്ട് അടി ഉറപ്പിക്കുക. അതിന് ശേഷം ഈനും കൂടി ഇട്ട് കൊടുക്കുക. കേട്ടാ, ഇതേപോലെ ഇടുക. ഇതിന് ശേഷം എന്താ വേണ്ടത് വെച്ചാൽ ഇത് എല്ലാവരും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് വലിപ്പുള്ള ദ്വാരമായിരിക്കണം. എന്താ വെച്ചാൽ ഇത് വണ്ണം വെക്കൂലേ, വണ്ണം വെക്കുമ്പോൾ അതിന് പോകാനുള്ള ശേഷി വേണം, അതിനാണത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ആയി. ഈ ദ്വാരം ഞാൻ വെച്ചാൽ ഈ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ട് മറ്റേ പീശാക്കത്തി ചൂടാക്കിയിട്ടാണ് ഈ ദ്വാരം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ലപോലെ ചൂടാക്കിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മണ്ണ് ഇതിൻ്റെ അകത്ത് നിറക്കുക. നല്ലപോലെ നിറക്കുക. ഇനി കണ്ടില്ലേ, ഇതേപോലെ നിറക്കുക. മണ്ണല്ല, ഇത് പ്രോട്ടീൻ മിശ്രിതമാണ്, ചകിരിച്ചോറിൻ്റെ ആണ്, മണ്ണിൻ്റെ പരിപാടിയില്ല, മണ്ണല്ല. കണ്ട, ഇതേപോലെ നിറക്കുക. അപ്പോൾ ചീരക്ക് ഉറപ്പ് കിട്ടിയില്ലേ, കണ്ട കുറച്ചില്ലേ. ഇതേപോലെ എന്നിട്ട് അമർക്കുക. അമർത്തി വെച്ചാൽ അത് അവരവിടെ തേച്ച് കിട്ടിക്കോളും. കണ്ടില്ലേ, കണ്ടില്ലേ. ഈ പീടിയിപ്പം 3 6 എണ്ണം ഞാൻ നട്ടിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടി ഇതിൽ വാരിയിട്ടെ. നല്ല പോട്ടി മിശ്രിതം, നല്ല മണ്ണിളക്കൂല, എല്ലാം ചപ്പും എല്ലാം ഇട്ടിട്ടില്ല പോട്ടി മിശ്രിതം ഇത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇനി ഇവിടെയാണ് വെക്കണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്കൂടി ഇങ്ങനെ ഒന്നിങ്ങ് കയറ്റി വെക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ കയറ്റി വെക്കുക. അത് തെറ്റിപ്പോയി. ഇത് കണ്ടല്ലോ, ഇത് അടിയിൽ ഉറപ്പിക്കണം. അത് മറന്നുപോയി ഞാൻ. ഇതൊന്നതിന് വേണ്ടി ഇതിപ്പം ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ, ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ താഴോട്ട് ഇറക്കി വെക്കണം. കണ്ടില്ലേ, ഇങ്ങനെ ഇറക്കി വെക്കണം. അപ്പോൾ അങ്ങനെ താണു പോവില്ല. ഇങ്ങനെ ഇറക്കി വെക്കണം. കണ്ടില്ലേ, അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ ചെരിച്ച് നട്ടു കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ അവിടെ നട്ടു കൊടുക്കുക. അത് ഞാൻ മറന്നുപോയി, അത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ. വെച്ച് കൊടുത്താൽ പോരാ, അത് ശരിക്കും അവിടെ ഉറപ്പിക്കണം. ഇങ്ങനെ കുത്തോട്ടിനെ നമ്മൾ സാധാരണ ചീര ഉള്ളിലോട്ട് നടുമ്പോൾ തന്നെ നട്ടിട്ട് കൊടുക്കണം. അവിടെ വെച്ച് കൊടുത്താൽ അതവിടെ നിന്നൂന്ന് വരില്ല, ചിലപ്പോൾ അത് ഊരി പോകാനും സാധ്യതയുണ്ട്. ഇത് അങ്ങോട്ട് വന്നില്ല, ഇത് ചെരിഞ്ഞു പോയി.
ഇങ്ങോട്ട് തന്നെ വരും. പോട്ടെ, അങ്ങനെ ഇനി വന്നോളൂ, നീർന്ന് വന്നോളൂ, ഇനി ഇതേപോലെ വന്നോളൂ. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് നട്ടിട്ട് ഉണ്ട്. ഇത് നല്ലൊരു പരിപാടിയാണ്, നിങ്ങൾ നോക്കി നോക്കുക. നിങ്ങളിത് നട്ടു നോക്ക്. ഒരു കുപ്പിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു നേരം വെക്കേണ്ട ചീര കിട്ടും. ഒരു കുപ്പിയിൽ നിന്ന്, ഇതിൻ്റെ സൂത്രം എന്ന് വെച്ചാൽ ഒരു കുപ്പിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു നേരം വെക്കേണ്ട ചീര നമുക്ക് കിട്ടും. വേണ്ട, ഇതേപോലെ നട്ടു കൊടുക്കുക. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൂട്ടെ ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ താത്ത് നട്ടു കൊടുക്കുക. വേണ്ട, ഇങ്ങനെ നട്ടു കൊടുക്കുക. അപ്പോൾ എന്തായി, അപ്പുറത്തേ കൂടി നടാം, ഇപ്പുറത്തേ കൂടി നടാം. കണ്ടില്ലേ, ഈ താത്ത് നട്ടു കൊടുക്കുക. ഇങ്ങനെ താത്ത് നട്ടു കൊടുക്കുമ്പം നേരെ വന്നില്ല എന്നെങ്കിൽ തെരിഞ്ഞിട്ട് മേലോട്ട് വരും. കണ്ടില്ലേ, ഇപ്പൊ സാധാരണ നടുന്ന പോലെ തന്നെ ആയി. പക്ഷെ പുറത്തേ കൂടിയാണ് നടുന്നതെന്ന് മാത്രം, വേറെ ഒരു വ്യത്യാസവും ഇല്ല അതിന്. ഉണ്ടല്ലേ, ഇതാ ഉണ്ടല്ലോ, ഉണ്ടല്ലേ, ഇതാ ഇതുപോലെ ഇപ്പൊ ഇത്രണ്ണം നട്ടു ഈ കുപ്പിയിൽ. ഇപ്പൊ എത്രണ്ണം ഈ ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന ചീര നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. ഇനിയിപ്പോ ഇത് കയറ് കെട്ടണം. ഇനിയിപ്പം കയറ് കെട്ടിയിട്ട് ഞേറ്റണം. അതിപ്പം എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ, അവിടെ ഞാൻ ദ്വാരാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ ദ്വാരാക്കിയിട്ട് ആടിങ്ങനെ കെട്ടണം. കണ്ടല്ലോ, ഞാനിവിടെ ദ്വാരം വെച്ചിട്ടുണ്ട്. ഇതാ ദ്വാരം ഇട്ടിട്ടുണ്ട്. ആ ദ്വാരത്തിലേക്കൂടി ഈ കയറങ്ങ് കെട്ടുക. ഇതേപോലെ കെട്ടിക്കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഇതങ്ങ് കെട്ടി കെട്ടിയിട്ട് കാണിച്ചു അധികം കൂടുതലായി പോകും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ അറച്ചിട്ട് ഇതുപോലെ നിങ്ങൾ മറക്കുക. എന്നിട്ട് ഇതേപോലെ കെട്ടിയിട്ട് ഇതുപോലെ കെട്ടിയിട്ട് നീട്ടി കൊടുത്താൽ നല്ല അടിപൊളി ചീര വരും. നിങ്ങൾക്കിത് കാണിച്ചു തരാം. വിളവെടുപ്പ് മേലിൽ നട്ടിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നമുക്ക് സ്ഥലമില്ലാത്തവർക്കെല്ലാം, മണ്ണും സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ഇതിങ്ങനെ കെട്ടി നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു കയറ് കെട്ടിയിട്ട് ഇതേപോലെ ഒരു 10 കുപ്പിയിലാക്കി കൊടുത്താൽ നമ്മളെ വീട്ടിലുള്ള ഇഷ്ടം പോലെ ചീര പറിക്കാൻ കഴിയും. ഒരു ഇതിനകത്ത് തന്നെ നമുക്ക് ഒരു ഒരു കടിക്കുള്ള ചീര ഉണ്ടാക്കാൻ കഴിയും. അത്രയും ചീര ഞാൻ നട്ടിട്ടുണ്ട് ഇടാം. അതുപോലെ നിങ്ങൾ നട്ടു കൊടുക്കുക. പിന്നെ പക്ഷെ നല്ല ഇതായിരിക്കണം, നല്ല പോട്ടി മിശ്രിതം വളവും കൂടിയുള്ള ഇതായിരിക്കണം നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ തന്നെ. പിന്നെ നമുക്ക് അതിൽ അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, പിന്നെ വെള്ളം അടിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറയാനില്ല. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് നല്ലൊരു വേറെ വീഡിയോ നാളെ വീണ്ടും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പിന്നെയും നല്ല നല്ല ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കൊണ്ട് കാണിക്കാൻ പറ്റും. ഇനിയും പല ഐറ്റങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം നിങ്ങളെ കാണിച്ചിട്ട് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരും. നന്ദി, നമസ്കാരം.